നമസ്കാരം. ബംഗാളിലെ സാഹചര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടതാണെന്ന് തന്നെയാണ് ഞാനും പറയുക. അത് നമ്മളത് പറയുമ്പോൾ ഈ അടുത്ത് ബംഗ്ലാദേശിലെ ഒരു എംപി നടത്തുന്ന ഒരു പരാമർശം ഇവിടെ വൈറലായിട്ട് ഓടുന്നുണ്ടായിരുന്നു. എംപി പറയുന്നത് ബംഗ്ലാദേശിൽ അവിടെ അവരുടെ പാർലമെന്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവരുടെ വലിയൊരു ആശങ്കയായിട്ട് അവർ പങ്കുവെക്കുന്നത് എന്താ വെച്ചാൽ, അങ്ങ് വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടക്കുന്നു. അവിടെ എക്സിറ്റ് പോൾ പറയുന്നത് പ്രകാരം ബി.ജെ.പി ഭരണത്തിൽ വരുന്നതാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരുപാട് നമ്മുടെ ആളുകൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരും, എന്ന് വെച്ചാൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരും. അത് നമുക്ക് വലിയൊരു റിഫ്യൂജി ക്രൈസിസ് ആണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഇരുന്നുകൊണ്ട് ബംഗ്ലാദേശി എം പിയാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം അവിടെ വളരെ വ്യക്തമാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം അത് വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള ആ ഒരു പശ്ചിമ ഇന്ത്യ, ആ ഒരു നോർത്ത് ഈസ്റ്റ് റീജിയനിൽ എത്രമാത്രം പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു പകൽ പോലെ വെളിച്ചത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സത്യം തന്നെ ഉള്ള ഒരു കാര്യമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അത് പലപ്പോഴും ഇങ്ങനെ ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ദേശസുരക്ഷാ ഇഷ്യൂ കൂടി ആയി മാറുന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് എന്താണ് അതുകൊണ്ട് കാര്യമുള്ളത്? പിന്നെ നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടി കാണുകയാണ്. ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ആളുകൾ വന്ന് നിന്ന് കരയാണ് അവിടുത്തെ സൈനികരുടെ മുന്നിൽ. അപ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സൈനികരായിട്ടുള്ള ആളുകൾ പറയും, നിങ്ങൾ ധൈര്യമായിട്ട് പോയി വോട്ട് ചെയ്യൂ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് പോലും അവിടെ അവരുടെ സ്വന്തം ഓഫീസ് രണ്ടാമത് ഇപ്പോൾ തുറക്കുന്നത് ഈ മമത വീണു എന്ന ഒരു ഉറപ്പിൻ്റെ ബലത്തിലൊക്കെയാണ്. അപ്പോൾ ഇത്ര കാലം അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ത് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു അവസ്ഥ നമ്മളുടെ മുന്നിൽ തുറന്നിടുന്ന ഒരു വഴി എന്ന് പറയുന്നത് അത് ഇനി എങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുക, അത് കണ്ടില്ലാന്ന് നടിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ മാറ്റം എന്തായാലും എല്ലാ നാടുകളിലും വരും, സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ ഇതുപോലെയുള്ള വലിയ ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ വഴി. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പറയുമ്പോൾ അത് ഒരു തൃണമൂൽ കോൺഗ്രസിലോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇതിന് മുന്നേയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇനി അതേ കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്ന ബി.ജെ.പി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ മാറ്റമൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ അതല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ബി.ജെ.പിക്ക് ഉണ്ട്. അവിടെയാണ് ഇനി അവിടെ ഒരു മാറ്റമൊന്നും അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് അവകാശപ്പെടാൻ ബി.ജെ.പിക്ക് സാധിക്കുള്ളൂ. അല്ലാത്ത കാലത്തോളം എന്താണോ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കാലങ്ങളായിട്ട് ചെയ്തത്, എന്താണോ തൃണമൂൽ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ ഇനി അതിൻ്റെ ബാക്കി ഇനി ഞങ്ങൾ ആ ഗുണ്ടായിസം കൈകാര്യം ചെയ്തോളാം എന്ന നിലയിലേക്ക് ബി.ജെ.പി പോകുന്നുണ്ടെങ്കിൽ അത് കാലം കഴിയുമ്പോൾ വീണ്ടും അവരെ മാറ്റിക്കൊണ്ട് മറ്റൊരു കൂട്ടർക്ക് വരാനുള്ള വഴിയായിട്ടേ അത് മാറുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്ന ഒരു വിഷയമായിട്ടാണ് വെസ്റ്റ് ബംഗാൾ മാറുന്നതെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്.